പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി വിവരങ്ങൾ ചോർത്തിയെന്ന് ആരോപിച്ച് ആദായ നികുതി വകുപ്പിനും US ട്രഷറി വകുപ്പിനുമെതിരെ $10 ബില്യൺ ഏകദേശം 82,000 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ട്രംപ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. അമേരിക്കൻ നാവിക വ്യൂഹം മേഖലയിലേക്ക് അടുക്കുന്നതിനിടെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചു. കർഡിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് സിറിയൻ സർക്കാർ സേനയുമായി ലയിക്കാൻ സമ്മതിച്ചു. ഇത് മേഖലയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകും. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ ഷാങ്ഹായ് സന്ദർശിക്കവേ ബെയ്ജിംഗുമായി ബിസിനസ് ബന്ധം വളർത്തുന്നത് അപകടകരമാണെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ക്യൂബയ്ക്ക് എണ്ണ നൽകുന്ന രാജ്യങ്ങൾക്ക് മേൽ ടാരിഫ് ചുമത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തി. അതേസമയം US സമ്മർദ്ദത്തെ തുടർന്ന് വെനസ്വേല തങ്ങളുടെ എണ്ണ മേഖല വിദേശ സ്വകാര്യ കമ്പനികൾക്കായി തുറന്നുകൊടുത്തു. പനാമ കനാലിലെ തുറമുഖങ്ങൾ പ്രവർത്തിക്കാനുള്ള ഹോങ്കോങ് കമ്പനിയുടെ കരാർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പനാമ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. കാനഡയുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന് പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി അമേരിക്കയോട് ആവശ്യപ്പെട്ടു. US ഉദ്യോഗസ്ഥർ ആൽബർട്ടയിലെ വിഘടനവാദികളുമായി രഹസ്യ ചർച്ച നടത്തിയതിനാലാണ് ആശങ്ക. കാനഡയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതിചെയ്യുന്ന അതിമനോഹരമായ ഒരു പ്രവിശ്യയാണ് ആൽബർട്ട. കാനഡയുടെ എണ്ണക്കലവറ എന്നാണ് ആൽബർട്ട അറിയപ്പെടുന്നത്. കാനഡയിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര രാജ്യമാകണം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമാകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആൽബർട്ട വിഘടനവാദികൾ. ആൽബർട്ട അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായി മാറണമെന്ന ചർച്ചകളും ഈ വിഘടനവാദികൾക്കിടയിൽ നടക്കുന്നുണ്ട്. ആൽബർട്ടയിലെ എണ്ണവാതക സമ്പത്തിൽ നിന്ന് വലിയൊരു തുക കാനഡയുടെ കേന്ദ്ര ഗവൺമെന്റ് നികുതിയായി കൊണ്ടുപോകുന്നുണ്ടെന്നും എന്നാൽ അതിന് ആനുപാതികമായ ആനുകൂല്യങ്ങൾ ആൽബർട്ടയ്ക്ക് ലഭിക്കുന്നില്ലെന്നും ഇവർ വാദിക്കുന്നു. കാനഡയുടെ ഫെഡറൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കർശനമായ പരിസ്ഥിതി നിയമങ്ങളും കാർബൺ ടാക്സും ആൽബർട്ടയുടെ എണ്ണ വ്യവസായത്തെ തകർക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി. കാനഡയിലെ ഭരണാധികാരികൾ കിഴക്കൻ പ്രവിശ്യകളായ ഒന്റാറിയോയ്ക്കും ക്യുബെക്കിനും മാത്രമാണ് മുൻഗണന നൽകുന്നതെന്നും പടിഞ്ഞാറൻ ഭാഗമായ ആൽബർട്ടയെ അവഗണിക്കുന്നുവെന്നും ഇവർ വിശ്വസിക്കുന്നു. സ്വന്തം വിഭവങ്ങൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ആഗ്രഹമാണ് ഈ വിഘടനവാദത്തിന് പിന്നിൽ.